ഭൂമി വിൽപ്പന നടത്താനും വാങ്ങാനുമൊക്കെ ദുർമന്ത്രവാദവും കൂടോത്രവുമൊക്കെ നടത്തുന്ന ചില അന്ധവിശ്വാസികളുണ്ട് നമ്മുടെ ഇടയിൽ. ഇങ്ങനെ മംഗളൂരു ബെൽത്തങ്ങാടിയിൽ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള തർക്കഭൂമിയിൽ ദുർമന്ത്രവാദം ചെയ്തത് വസ്തു ഇടപാടിൻ്റെ തർക്കത്തിനിടെയാണ്. ഗേറ്റിന് മുന്നിൽ 25 ആടുകളുടെ തലയും ഒപ്പം 25 പേരുടെ ഫോട്ടോയും കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് പുതിയ വിവാദം. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ പടങ്കടി വില്ലേജിലെ ബോളിയാറിലാണ് സംഭവം. ഗേറ്റിന് മുന്നിൽ 25 ആടുകളുടെ തലയും ഒപ്പം 25 പേരുടെ ഫോട്ടോയും കണ്ടെത്തി. രാവിലെ എസ്റ്റേറ്റിലെത്തിയ തോട്ടം തൊഴിലാളികളാണ് സംഭവം ആദ്യം കാണുന്നത്. പിന്നീട് ബെൽത്തങ്ങാടി പോലീസിന് വിവരമറിയിച്ചു. വിശദമായ പരിശോധന നടത്തിയ പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദുർമന്ത്രവാദ അവശിഷ്ടമാണെന്ന അഭ്യൂഹമാണ് പ്രദേശമാകെ പരക്കുന്നത്. ಅದರಲ್ಲಿ 25 ಆಡಿನ ತಲೆಗಳಿವೆ. ನಂತರ ಅದು ಸುಮಾರು 10 ಜನರ ಫೋಟೋ ನಾವು ನೋಡಿದ್ದೇವೆ. ಅವರ ಫೋಟೋ ಆಡಿನ ತಲೆ ಮೇಲೆ ಅಂಟಿಸಿ ಅದರ ಮೇಲೆ ಆಣಿ ಹಿಡಿದು ವಾಮಾಚಾರ ಮಾಡಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಗೊಂಬೆಯ ರೂಪದಲ್ಲಿ ಒಂದು ಇದು ಮಾಡಿ ಅದರ ಮೇಲೆ ಒಂದು ಫೋಟೋ ಹಾಕಿ ಅದರ ಮೇಲೂ ಆಣಿ ಹಿಡಿದು ವಾಮಾಚಾರ ಎಸಗಿದ್ದಾರೆ. ಮೊನ್ನೆ ಒಂದು ಹಂದಿ ತಲೆ ಮತ್ತೆ ಕೋಳಿದ್ದು ಮತ್ತೆ ಕೋಳಿ ಮೊಟ್ಟೆಯಲ್ಲಿ ಹೆಸರೆಲ್ಲ ಬರೆದು ದನಿಯವರದು ಮತ್ತೆ ಎಲ್ಲರ ಹೆಸರೆಲ್ಲ ಬರೆದು ಹಾಕಿದ್ರು. മലയാളികളായ ഗോപകുമാർ, സുമേഷ് എന്നിവരുടെ ഉടമസ്ഥയിലുള്ള 25 ഏക്കർ ഭൂമി രാജേഷ് പ്രഭു എന്നയാൾ 8 കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു. വില പൂർണ്ണമായും നൽകാത്തതിന്റെ പേരിൽ കേസ് നിലവിലുണ്ട്. വിൽപ്പന റദ്ദാക്കി ഭൂമി യഥാർത്ഥ ഉടമകൾക്ക് തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ച് കോടതി പുറപ്പെടുവിച്ച ഉത്തരവും നിലവിലുണ്ടെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് ദുർമന്ത്രവാദം നടത്തിയെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്.